കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ പേര് വിജയൻ എന്നല്ല, ചെന്നിത്തല, രമേശ് ചെന്നിത്തല. സൊൽവർ ദാൻ സെയ്വേ, സെയ്വർ ദാൻ സൊൽവേൻ. രാഹുല് തമിഴ്നാട്ടിൽ പോയി വന്നിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. ഇംഗ്ലീഷിന് പകരം തമിഴാണ് അടിക്കുന്നത് മൂപ്പര് ഡയലോഗ്. അർജുൻ ആയങ്കി, ബോൺ ക്രിമിനൽ, CPM ക്രിമിനൽ കൊട്ടേഷൻ, കള്ളക്കടത്ത്, മയക്കുമരുന്ന് മാഫിയ തലവൻ അർജുൻ ആയങ്കിയെ പോലീസ് ഇന്നലെ പൊക്കി എന്ന് പറഞ്ഞാൽ ഒളിവിലിരുന്നിട്ട് VPN മറ്റുള്ളതൊക്കെ ഉപയോഗിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ കയറി വലിയ ഹീറോയായി അല്ലെങ്കിൽ ഹീറോയി ആകാമെന്ന് കരുതി നടത്തി വലിയ വെല്ലുവിളികളും വീരവാദങ്ങളും ഒക്കെ നടത്തിയിട്ട് അവസാനം കണ്ണൂരിലെ അഭിഭാഷകയുടെ ഫ്ലാറ്റിൽ എന്താ എങ്ങനെയെങ്കിലും ഇതിന്നൊന്നും തടിയൂരണല്ലോ. കാരണം പോലീസ് ശരിക്കും അക്ഷരാർത്ഥത്തിൽ പോലീസിന് ഇവനെ ഒരു പരസ്യമായിട്ട് എവിടെയെങ്കിലും വെച്ച് റോട്ടിൽ വെച്ച് പിടിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, ഇവൻ അങ്ങനെ പരസ്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ പരസ്യമായിട്ട് പൊതുമധ്യത്തിൽ നിന്ന് പിടിക്കപ്പെടണമെന്നാണ് ആഗ്രഹിച്ചത്. പോലീസ് അത് മനസ്സിലാക്കിയിട്ട് തന്നെ കേരള പോലീസ് അത് മനഃപൂർവ്വം അങ്ങനെ ഒരു സീന് വേണ്ട എന്ന് തീരുമാനിച്ചത് തന്നെയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു സീന് വേണ്ട എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ചില സന്ദർഭങ്ങളിൽ കയ്യിൽ കിട്ടിയിട്ടും കിട്ടാത്ത കളി കളിച്ചത്. അതെന്തിനാ? ഈ പൊതുമധ്യത്തിൽ തന്നെ ഒന്ന് പിടികൂടുന്നതൊക്കെ ഒരു വലിയ ഒരു ഹീറോയിക് പരിവേഷം നൽകുമെന്ന് ഇവൻ കരുതിയത് കൊണ്ട് തന്നെ എന്നാൽ പിന്നെ അങ്ങനെ ഒന്നും വേണ്ട എന്ന് പോലീസും കരുതിയത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ്, എനിക്ക് തോന്നുന്നു, കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്ന് വളരെ കൃത്യമായിട്ട് വിട്ടുകളഞ്ഞതാ. ഇപ്പം എന്താണെങ്കിലും ഇവന് നല്ല ഭയമുണ്ടായിരുന്നു. ഈ വെടിവെക്കാനുള്ള ഓർഡർ വന്നപ്പോഴേ ഒരു ഘട്ടത്തിൽ, അത് മാത്രമല്ല, ഇന്നലെ വൈകുന്നേരം പിണറായി വിജയനും എം വി ജയരാജനും വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഈ പറയുന്ന ക്രിമിനലിനെ തള്ളിപ്പറയുകയും ചെയ്തു. അത് പറയല്ലാതെ വേറെ രക്ഷയല്ല പാർട്ടിക്ക്. കാരണം ഈ വിജയനും ഈ എം വി ജയരാജനും തന്നെയാണ് പാലൂട്ടി വളർത്തിയത്. പക്ഷേ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ, അതും പിണറായി വിജയൻ വാ തുറക്കാൻ കഴിയാതെ ലിഫ്റ്റില്ലാതെ ഇറങ്ങി കേരളത്തിൻ്റെ തെരുവിലൂടെ നടക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ച ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ക്രിമിനലുകളെ തള്ളിപ്പറയുകയല്ലാതെ വേറെ വഴിയില്ല. അതാണ്. അപ്പോൾ ഇന്നലെ ഈ വിജയൻ്റെയും ജയരാജൻ്റെയും ഒക്കെ വാർത്താ സമ്മേളനങ്ങൾ കഴിഞ്ഞപ്പോഴും ഇവൻ വലിയ പ്രതികരണമൊക്കെ നടത്തിയിരുന്നു. കൈവിട്ടല്ലോ. അപ്പോഴാണ് എന്താക്കിയത്? അഭിഭാഷകയുടെ വീട്ടിലേക്ക് പോയത്. ഇപ്പോൾ രാഹുൽ പറയുന്നത് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി വിജയനല്ല, രമേശ് ചെന്നിത്തലയാണ്. ആരാണ്? രമേശ് ചെന്നിത്തലയാണ് എന്നാണ് ആര് പറയുന്നത്? രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. രാഹുൽ അത് പറയുമ്പോൾ അതിൽ പല അർത്ഥങ്ങളുണ്ട് കേട്ടോ. മനസ്സിലായില്ലേ? രാഹുൽ അത് വെറുതെ പറഞ്ഞതല്ല. വിജയനല്ല ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞത് അത് വെറും ഒരു വാക്കല്ല, അതിന് പല അർത്ഥങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ കാല സംഭവ വികാസങ്ങൾ നിങ്ങളൊന്നെടുത്ത് മറിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാകും. വിജയൻ ഉണ്ടാകുമ്പോൾ രമേശ് ചെന്നിത്തല ആയപ്പോൾ എന്താണ് എന്നുള്ളതിൻ്റെ അദ്ദേഹം ഞാനത് പറയുന്നില്ല, അത് പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഞാനതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതാണ്, വിജയനല്ല രമേശ് ചെന്നിത്തലയാണ് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എന്ന് രാഹുൽ അത് പറയുമ്പോഴും പ്രത്യക്ഷത്തിൽ നമുക്ക് രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു വാക്കായിട്ട് കാണുമെങ്കിലും യഥാർത്ഥത്തിൽ പിണറായി വിജയനുള്ള ഒരു കുത്താണത്. വിജയന് മനസ്സിലാകും, വേറെ ആർക്ക് മനസ്സിലായില്ലെങ്കിലും പിണറായി വിജയന് കാര്യങ്ങൾ മനസ്സിലാകുമെന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു പാർട്ടി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ? ആ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ഈ പറയുന്ന കൊട്ടേഷൻ, ക്രിമിനൽ, ലഹരി മാഫിയ, കള്ളക്കടത്ത്, കഞ്ചാവ് കടത്ത് ഒക്കെ അടങ്ങിയ ഈ ടീമിലായിരുന്നു പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ. പാർട്ടി സമ്മേളനങ്ങൾക്ക് ആളെ കൂട്ടാൻ വേണ്ടി, പാർട്ടിയിൽ ആളുകളെ നിലനിർത്താൻ വേണ്ടി
ആളുകളെ നശിപ്പിച്ച് ബെടക്കാക്കി തനിക്കാക്കുക എന്നുള്ളതായിരുന്നു CPM-ൻ്റെ എല്ലാ കാലത്തെയും അവരുടെ ഐഡിയോളജി എന്ന് പറയുന്നതായിരുന്നു. ആളുകളെ ഒരു എന്താ പറയേണ്ടത്, ഒരു മനുഷ്യനും മൃഗവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. മനുഷ്യനായി ജീവിക്കുന്ന ഒരാളെ മനുഷ്യനെ മൃഗമാക്കി മാറ്റുക. എന്തിനാ? സഖാവാകാൻ വേണ്ടി. മൃഗമായാലാ സഖാവാകുള്ളൂ. അതാണ് ഇവരുടെ ഐഡിയോളജി, ബേസിക് ഐഡിയോളജി എന്ന് പറയുന്നത് അതാണ്. ബടക്കാക്കിയിട്ട് തനിക്കാക്കുക. സഖാവായി നിലനിൽക്കണമെങ്കിൽ ബടക്കാക്കണം. അതിനെന്ത് വേണം? അതിനിത്തരം കൊട്ടേഷൻ, ക്രിമിനൽ, ലഹരി മാഫിയ സംഘങ്ങൾ പാർട്ടിക്കൊപ്പം വേണം. നിങ്ങൾ കണ്ടതല്ലേ, ഇപ്പോൾ TP ചന്ദ്രശേഖരനെ വെട്ടി വീഴ്ത്താൻ ഇറക്കിയതാരെയാ? കേരളം കണ്ട ബോൺ ക്രിമിനലുകളെയാണ് TP ചന്ദ്രശേഖരനെ വെട്ടി വീഴ്ത്താൻ വേണ്ടി ഇറക്കിയത്. എന്നാൽ ഇപ്പം ഈ അറസ്റ്റിലായിരിക്കുന്നവനോ പാർട്ടിയുടെ തണലിൽ കള്ളക്കടത്ത്, കൊട്ടേഷൻ, സ്വർണ്ണക്കടത്ത്, ലഹരി മാഫിയ എന്ന് വേണ്ട ഒരു സമൂഹത്തിൽ എന്തൊക്കെ അരാജകത്വമുണ്ടോ എല്ലാത്തിൻ്റെയും വക്താവ് ആണല്ലോ. എന്നിട്ടോ ഇത്തരം കൊള്ളക്കാർക്കും കൊട്ടേഷൻ സംഘത്തിനും പാർട്ടിയുടെ എല്ലാ സംരക്ഷണവും. ഇനി ഒരു സാധാരണക്കാരനായ ഒരു പാർട്ടി പ്രവർത്തകൻ സഖാവേ ഒരു ചോദ്യമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ മറുപടി? നീ വീട്ടിൽ പോയി ചോദിക്കടാ. എന്നാൽ ക്രിമിനലുകൾ പറഞ്ഞാലോ, വാ മോനെ, ഇരിക്കുമോനെ, ആദ്യം വെള്ളം കുടിക്കുമോനെ, എന്നിട്ട് നീ ചോദിക്കടാ മോനെ. ഇതായിരുന്നു പാർട്ടിയുടെ ലൈൻ. അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടി തകർന്നു തരിപ്പണമായത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല, DYFIയുടെ കണ്ണൂരിലെ DYFIയുടെ നേതാവ് മെയ് 4 ഒരു സോഷ്യൽ മീഡിയ കുറിപ്പിട്ടു. എന്തായിരുന്നു കുറിപ്പ്? മെയ് 4 വന്ന റിസൾട്ട് വന്നപ്പോൾ, പാർട്ടി തകർന്ന് തരിപ്പണമായപ്പോൾ പാർട്ടിയെ വിമർശിച്ചുകൊണ്ട് ഒരു ഒറ്റയാൻ പോരാട്ടം. കണ്ണൂർ ജില്ലാ നേതാവാണ്. ആ നേതാവിൻ്റെ വാക്കുകൾക്ക് പാർട്ടി കാതുകൊടുത്തോ? എന്തിന്? DYFIയുടെ നേതാവ് കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സഖാവ് എന്ന് പറഞ്ഞാൽ കളകളഞ്ഞ സഖാവ്, ആ സഖാവിൻ്റെ വാക്കുകൾക്ക് പാർട്ടി ചെവി കൊടുത്തോ? ഇപ്പുറത്ത് TK ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവ്, ആ മനുഷ്യൻ്റെ വാക്കുകൾക്ക് പാർട്ടി ചെവി കൊടുത്തോ? പാർട്ടി ഇത്തരം നന്മകൾ ആരെങ്കിലും പാർട്ടിയിൽ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതൊന്നും പാർട്ടി കേൾക്കുകയില്ല. പാർട്ടിക്ക് എന്താ വേണ്ടത്? കാരണം നന്മയുടെ വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പാർട്ടിയിൽ ആളുണ്ടാവില്ല. പാർട്ടിക്ക് വേണ്ടത് എന്താ? പാർട്ടിക്ക് ക്രിമിനലുകളെയാണ് വേണ്ടത്. ആ ക്രിമിനലുകൾ അടക്കി വാഴുന്ന പാർട്ടിയായി CPM മാറിയതോടുകൂടി 99 നിന്ന് 35 കൂപ്പുകുത്തി. സ്തുതിപാഠകരും വാഴ്ത്തുപാട്ടുകാരും എന്തിന് കാരണഭൂതനടക്കം ഒരു ഘട്ടത്തിൽ പകച്ച് മുകളിലേക്ക് നോക്കിയില്ലേ? എല്ലാം തകർന്ന് തരിപ്പണമായി. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കേരളത്തിൻ്റെ നിയമസഭയിൽ വാഴ്ത്തുപാട്ടും സ്തുതിപാഠകരും നടത്തിയ ആളുകൾ, അത്തരക്കാർ ഇന്ന് കേരളത്തിൻ്റെ നിയമസഭയിലില്ല. അവർ വീട്ടിലിരിക്കുക, ഒരു പണിയുമില്ല. കേരളം കണ്ട തെരുവ് ഗുണ്ടകളടക്കം ഇന്ന് വീട്ടിലിരിക്കുക. കേരളത്തിൻ്റെ നിയമസഭയിൽ ഇരുന്ന് കേരളത്തിൻ്റെ നിയമസഭ തല്ലിത്തകർത്ത ആളുകൾ ഇന്ന് വീട്ടിലിരിക്കുക. എന്താ കാരണം? പാർട്ടി എന്ന് പറയുന്നത്, നിങ്ങളൊന്ന് ആലോചിക്കണം, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താ? ഈ പറയുന്ന ക്രിമിനലുകൾ, മയക്കുമരുന്ന്, കള്ളക്കടത്ത്, മാഫിയാണോ? അല്ലല്ലോ. സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തിക്കുന്ന ആളുകൾ, പൊതുപ്രവർത്തകർ, അതല്ലേ? അതിന് പകരം സാധാരണക്കാരനെ കാണാൻ കേൾക്കാൻ സമയമില്ലാതെയായി. ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കുക. സഖാവേ ഒരു ഫോട്ടോ എടുക്കണം, ഒരു സെൽഫി എടുക്കണം, മാറി നിൽക്കാം അങ്ങോട്ട്. ധാർഷ്ട്യമായിരുന്നു. എന്നാൽ ഈ കള്ളക്കടത്തുകാർക്കും ക്രിമിനലുകൾക്കും സദാസമയം എല്ലാ സംരക്ഷണങ്ങളും ഒരുക്കി, സംരക്ഷണ വലയങ്ങൾ ഒരുക്കി പാർട്ടി കൊണ്ടു നടന്ന് അവസാനം പാർട്ടിക്ക് തള്ളി പറയേണ്ടി വന്നു പൊതുമധ്യത്തിൽ. അപ്പോൾ ഈ പാർട്ടിയുടെ ഇന്നത്തെ ഈ അവസ്ഥക്ക് കാരണം, നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ക്രിമിനൽ സോഷ്യൽ മീഡിയകളിലൂടെ ഈ പറയുന്ന VPN ഓൺ ചെയ്ത് വെച്ച് നടത്തിയ വെല്ലുവിളികൾ, ആ വെല്ലുവിളികൾക്ക്
കമൻറ്റ് ബോക്സിൽ വന്നിരിക്കുന്ന കമൻറ്റുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം പാർട്ടി ഈ ക്രിമിനലുകളെ സംരക്ഷിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. കൊലപാതകികളും കള്ളക്കടത്തുകാരും ലഹരി മാഫിയക്കാരും പിടിച്ചുപറിക്കാർ, മറ്റുള്ളവൻ്റെ അധ്വാനങ്ങളെ പിടിച്ചു പറിച്ച് നക്കുന്ന ടീമുകൾ. അല്ലെങ്കിലും അതാണല്ലോ ശീലം. രക്തസാക്ഷികളെ ഉണ്ടാക്കുക, അതിൻ്റെ പേരിൽ പിരിവ് നടത്തുക, എന്നിട്ട് അത് കൈയിട്ട് വാരി നക്കുക. അപ്പോൾ അത്തരം പാർട്ടി മാതൃകകൾ പാർട്ടിക്കുള്ളിലുണ്ടാകുമ്പോൾ ഇത്തരം ക്രിമിനലുകൾക്ക് സംരക്ഷണം ഒരുക്കേണ്ടത ഒരു സാഹചര്യം, ഒരു നിർബന്ധ സാഹചര്യം പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടാകും. ഇന്ന് പാർട്ടിക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇത്തരം ക്രിമിനലുകളെ തള്ളിപ്പറയേണ്ടതായിട്ട് വരിക. അപ്പോൾ ഒരർത്ഥത്തിൽ ഈ പാർട്ടിയുടെ നാശത്തിന് കാരണം ഇത്തരം ക്രിമിനലുകളെ പാർട്ടി സംരക്ഷിച്ച് കൊണ്ടു നടന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന കാരണമെന്ന് പറയുന്നത്. അവിടെ നിന്ന് തുടങ്ങി പാർട്ടിയുടെ അന്ത്യകൂദാശ. കാരണം നിങ്ങളൊന്ന് ആലോചിക്കണം, UDF 102 സീറ്റ് എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചത് നല്ല കറകളഞ്ഞ സഖാക്കൾ. ഇപ്പോൾ പയ്യന്നൂരിൽ, തളിപ്പറമ്പിൽ, തൃക്കരിപ്പൂരിൽ ഒക്കെ കോട്ടകളായ കോട്ടകൾ എന്ന് പറഞ്ഞിടത്തു നിന്നൊക്കെ UDF സ്ഥാനാർത്ഥികൾ വിജയിച്ച് കയറണമെങ്കിൽ അത് വെറുതെ ഒരു ജയമല്ല. ഈ പറഞ്ഞ കഴിഞ്ഞ കാലങ്ങളിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് വോട്ട് ചെയ്ത ആളുകൾ, അവർ പാർട്ടിയുടെ ഔദ്യോഗിക മെമ്പർമാരാവട്ടെ അല്ലാത്തവരാവട്ടെ, ഇനി നിഷ്പക്ഷരായിരുന്നിട്ടും ചില ആളുകൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് വോട്ട് ചെയ്യുമല്ലോ, അവരൊക്കെ മാറി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം പാർട്ടി എന്ന് പറയുന്നത് ഇത്തരം മാഫിയ, ലഹരി മാഫിയ, ഗുണ്ട ക്രിമിനൽ സംഘങ്ങളിലേക്ക് ചുരുങ്ങി എന്നുള്ളതാണ്. അവിടെ നിന്ന് തുടങ്ങുന്നു ഈ CPMൻ്റെ പതനം. ഇപ്പം TPയുടെ മണ്ണ്, ഒഞ്ചിയത്തിൻ്റെ മണ്ണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. TPയുടെ രക്തം വീണ വടകരയുടെ മണ്ണിൽ പിന്നീട് അങ്ങോട്ട് പാർട്ടിക്കൊരു തിരിച്ചുവരവുണ്ടായിട്ടില്ല. എന്തുകൊണ്ടാത് എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? കാരണം മറ്റൊന്നുമല്ല. കാരണം എന്ന് പറയുന്നത് TP എന്ന് പറയുന്നത് ഒരു സഖാവായിരുന്നു. ആ സഖാവിനെയാണ് വിജയൻ്റെയും ജയരാജന്മാരുടെയും ഒക്കെ രഹസ്യങ്ങൾ, പാർട്ടി രഹസ്യങ്ങൾ എല്ലാം അറിയുന്ന സഖാവ്. ആ സഖാവ് അങ്ങനെ അങ്ങ് സ്വൈര്യമായി വിഹരിച്ചു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാകും എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇവറ്റകൾ ഈ പറയുന്ന TPയെ വെട്ടിവീഴ്ത്തിയത്. ഇത് കാലാകാലങ്ങളിൽ സംഭവിക്കുന്നതാണ്. അത് ഈ ക്രിമിനൽ ഗുണ്ടകളുടെ പിൻബലത്തിലായിരുന്നു ഇതൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അതാണ് രാഹുൽ പറയുന്നത്, സൊൽവർദാൻ സെയ്വൻ സൊൽവേൻ എന്ന് രാഹുൽ പറയാനുള്ള കാരണം. കൂട്ടത്തിൽ പിണറായി വിജയനിട്ടൊരു കുത്തും.